തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരായുധം ഒരു ശക്തൻ്റെ കയ്യിലിരുന്നാൽ ആയുധത്തിൻ്റെ വലിപ്പവും ആയുധത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവന് ആയുധം മതി, ഒരു കല്ല് മതി. അത് പക്ഷേ അത് ദാവീദിൻ്റെ ഇരിക്കണമെന്നേ ഉള്ളൂ. കവണയും കല്ലും, ഒരു കവണയും കല്ലും മതി ഇതിൻ്റെ മുന്നിലുള്ള ഗോലിയാത്തിനെ തകർക്കാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഇത് ഈ ഗിദെയോൻ പരാക്രമശാലിയും ശക്തനുമാണ്. പക്ഷേ അവനെ തന്നെ ഒന്നൊരു സെൽഫ് ഇമേജ് ഹാസ് ബീൻ ഡാമേജ്ഡ്. നമ്മുടെ സെൽഫ് ഇമേജ് ഡാമേജ് ആക്കരുത്. ഇന്നലെ ഞാൻ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കുറച്ച് പേര് യുവജനങ്ങൾ അവരോട് സംസാരിച്ചു. അവരുടേതായ മേഖലകളിലാണ്. അവർ വേറൊരാളോട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ ഒന്ന് ഉയർത്തിയെടുക്കാൻ, അവരോടൊപ്പം ചേരുവാൻ, അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ സെൽഫ് ഇമേജ് ഡാമേജ് ചെയ്ത കുഞ്ഞുങ്ങളാണ് അധികവും. When an angel showed up and said, mighty hero, the Lord is with you. എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞു. നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്. ഗബ്രിയേലാണ് പ്രധാന ദൂതൻ, മിഖായേൽ അടുത്ത ദൂതൻ, പിന്നെ സറാപ്പുകളുണ്ട്, ദൂതഗണങ്ങളുണ്ട്. പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ അങ്ങ് പോയി അത് കേട്ടങ്ങ് അനുസരിച്ച് പോയാൽ പോരെ. നീ ബന്ധം ദൂതനോടുണ്ടായിരിക്കണം, എന്നാലേ ദൂതൻ നിനക്ക് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. The Lord is with you. നീ ദൈവത്തിൻ്റെ കയ്യിലാണ്. The least one, poorest, the defeated, can't do anything great. God's image ആണ് നീ. The God's image was mighty hero. ദൈവം നിന്നെ നോക്കുമ്പോൾ നീ ഒരു മൈറ്റി ഹീറോ ആണ്. ഫിയർലെസ് കറേജ്, നീ കറേജുള്ളവനാണ്, നീ പേടിയില്ലാത്തവനാണ്, കറേജുള്ളവനാണ്, ഹിസ്റ്ററി മേക്കറാണ്, നീ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നവനാണ്, ആരും ചെയ്യാത്തത് നീ ചെയ്തെടുക്കുന്നവനാണ്. ഹിയർ ഈസ് ദ കീ. ദൈവമുള്ളവനാകുമ്പോൾ മാത്രമേ, നീ ദൈവത്തിൻ്റെ കരത്തിലല്ലെങ്കിൽ നീ ഒന്നുമല്ല കേട്ടോ. നീ തുരുമ്പടിച്ചു പോകുന്ന ഒരായുധം നിന്നെ കൊള്ളുകയല്ല, കാശിന് കൊള്ളുകയല്ല, നിന്നെ കളയെ. നോട്ട് ദ മീഡിയ. ഹൗ യു സീ യുവർ സെൽഫ്. നിന്നെ കാണുന്നത് എങ്ങനെയാണ്? നീ മീഡിയയിൽ നോക്കി അവരെ പോലെ ആകുന്നതാണോ? അല്ല അവരെന്തെങ്കിലും നിന്നെപ്പറ്റി പറയുന്നതാണോ? നോട്ട് യുവർ ഫാമിലി. നീ കുടുംബക്കാരെയല്ലേ നോക്കി അതാണോ നീ നോക്കുന്നത്? നോട്ട് യുവർ ജോബ്. നിൻ്റെ ജോലിയാണോ നോക്കുന്നത്? നിൻ്റെ ജോലി ഏതാണെന്നുള്ളതാണോ നീ നോക്കുന്നത്? നോട്ട് യുവർ ക്രിറ്റിക്സ്. നിന്നെ എതിരാളികളെല്ലാം നിന്നെ എതിര് പറയുന്ന അവരെയാണോ നോക്കുന്നത്? അവർ പറയുന്നതാണോ? ഗോഡ് നോസ് വാട്ട് ഇൻ യു. നിന്നിൽ എന്തോ ഉണ്ടെന്ന് ദൈവത്തിനറിയാം. നീ ദൈവത്തിൻ്റെ കൈ ഫലമേൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നീ യുദ്ധം ചെയ്യുക. നിൻ്റെ ജീവിതം ഒരു വിജയമായിരിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി തീർക്കുവാൻ, ദൈവത്തിന് പറ്റിയ ആയുധങ്ങളാക്കി തീർക്കുവാൻ, ദൈവ സ്വഭാവമുള്ള ആയുധങ്ങളാക്കി തീർക്കുവാൻ, പൈശാചിക സ്വഭാവങ്ങളും മറ്റ് കെട്ടുകളും നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൽ നിൻ്റെ മക്കൾ ബലപ്പെടട്ടെ. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രഘോഷകർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, പ്രസിഡന്റ് ട്രംപ്, സെനറ്റേഴ്സ്, മേയേഴ്സ്, ഗവർണേഴ്സ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ,
വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നവർ, വിവിധ കലാലയങ്ങൾ പഠിക്കുന്നവർ, അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ കൈത്തിലെ ആയുധങ്ങളായി തീരുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും മിനുക്കി ഞങ്ങൾ വേദപുസ്തക പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അഭിഷേകത്തിലൂടെയും ദൈവശക്തി പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിലെ ആയുധങ്ങളാക്കി കർത്താവെ അനേക വൻമരങ്ങളെ വെട്ടി വീഴ്ത്തുവാൻ, അനേക സംഭവങ്ങളെ കർത്താവെ, അനേക ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഇനി വചനം കേൾക്കുന്നവർക്ക്, വ്യക്തി ജീവിതങ്ങൾക്ക്, അവരുടെ ഭവനങ്ങൾക്ക്, അവരുടെ നിരാശകൾക്ക്, അവരുടെ പ്രതികൂലങ്ങൾക്ക് ഇന്ന് ശക്തിയായി തീരണം. അവരുടെ ബലം കൊടുക്കണം. പ്രതികൂലങ്ങളിൽ ബലപ്പെടുവാനുള്ള ദൈവശക്തി ഇതിൻ്റെ മക്കൾക്ക് നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.